എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അതെയോ, എനിക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് പോവേണ്ടതുണ്ട്. നീ എൻ്റെ കൂടെ വരണോ? നമുക്ക് ഒരുമിച്ച് പോകാം. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇംഗ്ലീഷ് കോൺവെർസേഷൻ, അതായത് ഇംഗ്ലീഷ് സംഭാഷണം. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ജോൺ, സാം, ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ജോൺ സാമിനോട് ചോദിക്കണേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ സാം പറയണേ, ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ദി സൂപ്പർ മാർക്കറ്റ്. ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാണ്, ടു ദ സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ ജോൺ പറയണേ, അതെയോ, എനിക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് പോവേണ്ടതുണ്ട്. റിയലി, ഐ നീഡ് ടു ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ് ടു. എനിക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് പോവേണ്ടതുണ്ട്. ഇവിടെ അവസാനം ടു ഉപയോഗിച്ചിരിക്കുന്നത് എനിക്കും എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ്. റിയലി എന്ന് പറഞ്ഞാൽ അതെയോ അല്ലെങ്കിൽ തന്നെയോ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സാം ചോദിക്കണേ, നിനക്ക് എൻ്റെ കൂടെ വരണോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ വരണോ? ക്ഷണിക്കുകയാണ്. അതിന് വേണ്ടിയാണ് വുഡ് യു ലൈക്ക് വെച്ചിട്ടുള്ള ചോദ്യം ഉപയോഗിച്ചത്. അപ്പോൾ ജോൺ പറയാണ്, അതെ, നമുക്ക് ഒരുമിച്ച് പോകാം. യെസ്, ലെറ്റ്സ് ഗോ ടുഗദർ. നമുക്ക് ഒരുമിച്ച് പോകാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ടുഗദർ, ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പോൾ സാം ചോദിക്കണേ, നിനക്ക് ഇപ്പോഴാണോ അതോ പിന്നീടാണോ പോവേണ്ടത്? വുഡ് യു ലൈക്ക് ടു ഗോ നൗ ഓർ ലേറ്റർ? നിനക്ക് ഇപ്പോഴാണോ അതോ പിന്നീടാണോ പോകേണ്ടത്? നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. അപ്പോൾ ജോൺ പറയണേ, ഇപ്പോഴാണ് നല്ലത്. നൗ വുഡ് ബി ബെറ്റർ. ഇപ്പോഴാണ് നല്ലത്. അപ്പോൾ സാം പറയണേ, ഓക്കെ, നമുക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ജോൺ ചോദിക്കണേ, നമ്മൾ നടക്കണോ? ഷുഡ് ബി വാക്ക്? ഷുഡ് ബി വാക്ക്, നമ്മൾ നടക്കണോ? വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. അപ്പോൾ നമ്മൾ നടക്കണോ? ഷുഡ് ബി വാക്ക്. അപ്പോൾ സാം പറയാം, വേണ്ട, അത് കുറേ ദൂരെയാണ്, നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. നോ, ഇറ്റ്സ് ടു ഫാർ. അത് വളരെ ദൂരെയാണ്. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ. ടു ഫാർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ. ലെറ്റ്സ് ഡ്രൈവ്, നമുക്ക് വണ്ടി ഓടിച്ച് പോവാം. ഇനി നമുക്ക് ഈ കോൺവെർസേഷനിലെ കുറച്ച് സെൻറ്റൻസുകളുടെ അതേ രീതിയിലുള്ള വേറെ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. നീ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? ഇനി അവർ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെ ചോദിക്കാം? വേർ ആർ ദേ ഗോയിങ്? നിൻ്റെ അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് യുവർ ഫാദർ ഗോയിങ്? അവൾ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് ഷീ ഗോയിങ്? ഇനി അടുത്തത്, ഐ ആം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഇതേ രീതിയിലുള്ള വേറെ രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. അവൾ കോളേജിലേക്ക് പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു കോളേജ്. ഇനി അടുത്തത്, ലെറ്റ്സ് ഗോ ടുഗദർ. ഇതേപോലെയുള്ള വേറെ രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ലെറ്റ്സ് ലേൺ ടുഗദർ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാം. അടുത്തത്, നമ്മൾ നടക്കണോ? ഷുഡ് ബി വാക്ക്. നമ്മൾ നടക്കണോ? ഇതേ രീതിയിലുള്ള വേറെ രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. നമ്മൾ അവനെ കാത്തു നിൽക്കണോ? ഷുഡ് ബി വെയിറ്റ് ഫോർ ഹിം. നമ്മൾ അവനെ കാത്തു നിൽക്കണോ? ഷുഡ് ഐ ഗോ ദെയർ? ഞാൻ അങ്ങോട്ട് പോവണോ? ഷുഡ് ഐ ഗോ ദെയർ? ഈ സംഭാഷണത്തിലുള്ള സെൻറ്റൻസുകളെ സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.